ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ 20 നിർദ്ദേശങ്ങൾ അടങ്ങിയ സമാധാന കരാർ മുന്നോട്ട് വെച്ച് അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു കരാറുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പ്രഖ്യാപനം. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കരാറിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. വൈറ്റ് ഹൌസിൽ നടത്തിയ ചർച്ചയിലാണ് 20 നിർദ്ദേശങ്ങളടങ്ങിയ കരാർ അമേരിക്ക മുന്നോട്ട് വെച്ചത്. 72 മണിക്കൂറിനകം ഹമാസ് ബന്ദികളെ വിട്ടയക്കണം. ഹമാസ് ബന്ദികളെ വിട്ടയച്ചാൽ ജയിലിലുള്ള 250 പലസ്തീനികളെ ഇസ്രയേലും മോചിപ്പിക്കും. സമാധാന കരാർ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം. ഗസയുടെ പുനർനിർമ്മാണത്തിന് തന്റെ അധ്യക്ഷതയിൽ ഇടക്കാല രാജ്യാന്തര സമിതി രൂപീകരിക്കുമെന്നും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അതിലംഗമാകുമെന്നും മറ്റംഗങ്ങളുടെ പേരുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ്. Hamas rejects the deal, which is always possible. They're the only one left. Everyone else has accepted it. But I have a feeling that we're going to have a positive answer. But if not, as you know, Bibi, you'd have our full backing to do what you would have to do. അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗസയെ സൈനിക മുക്തമാക്കും. ഹമാസിനെ നിരായുധീകരിക്കുന്നതിന്റെ വ്യാപ്തിക്കനുസരിച്ച് ഇസ്രയേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു. I support your plan to end the war in Gaza, which achieves our war aims. It will bring back to Israel all our hostages, dismantle Hamas's military capabilities, end its political rule, and ensure that Gaza never again poses a threat to Israel. സമാധാന കരാർ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇഷ്ടം പോലെ പ്രവർത്തിക്കാമെന്നും അതിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകുമെന്നും ട്രംപ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ലോകം മുഴുവനും ഉറ്റുനോക്കിയ ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. അപ്പോൾ അതുപോലെ തന്നെ 20 നിർദ്ദേശങ്ങൾ അത് ഇസ്രയേൽ അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ അപ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട്. ഹമാസ് ഇതിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത്. ഒപ്പം തന്നെ ഖത്തർ ഭരണാധികാരിയെ ഫോണിൽ വിളിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ അറ്റാക്ക് അതിൽ ക്ഷമ ചോദിക്കുന്നു. ഇതൊക്കെ തന്നെ നല്ല കാര്യമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഉന്മേഷ്, സ്മിത. അമേരിക്ക നന്നായി ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ നെതന്യാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കായിട്ട് തയ്യാറായത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ലോക നേതാക്കളൊക്കെ വന്നപ്പോൾ തന്നെ അവരുടെയൊക്കെ പിന്തുണ ഉറപ്പിക്കുവാനായി നയതന്ത്ര കോറിഡോറെല്ലാം അമേരിക്കയുടെ ശ്രമങ്ങളുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കഷ്ണർ തന്നെ ഇതിനായിട്ട് മുൻകൈ എടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നെതന്യാഹു വന്നപ്പോൾ ഈ നെതന്യാഹുവിനെ കൊണ്ട് ട്രംപ് കയ്യോടെ ഈ ഖത്തറിനോടും മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം ഡൊണാൾഡ് ട്രംപിന്റെ തൊട്ടരികിൽ നിന്നുകൊണ്ട് നെതന്യാഹു പറഞ്ഞത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ ഈ പുതിയ പാക്കേജിനെ താൻ പിന്തുണയ്ക്കുന്നു. അത് ഇസ്രയേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത് ഇപ്പോൾ ഹമാസ് തടങ്കിലുള്ള എല്ലാ ബന്ദികളെയും ഇസ്രയേലിലേക്ക് തിരികെ കൊണ്ടുവരും. അതുപോലെ ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കും. അവരുടെ രാഷ്ട്രീയ ഭരണം അവസാനിപ്പിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു. അതുപോലെ ഗസ ഇനി ഒരിക്കലും ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കും എന്നുള്ള ഒരു വിശ്വാസം അത് വെച്ച് പുലർത്തുകയും ചെയ്തു. നേരത്തെ ഒരു 20 പോയിന്റ് പീസ് പാക്കേജ് വൈറ്റ് ഹൗസ് റിലീസ് ചെയ്തിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായിട്ട് ഗസയിൽ താൽക്കാലിക ഭരണ സംവിധാനം വരും. അതുപോലെ ബോർഡ് ഓഫ് പീസ് എന്ന ഒരു പുതിയ അന്താരാഷ്ട്ര സംഘടനയായിരിക്കും ഈ താൽക്കാലിക ഗവൺമെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും ഇതിന് നേതൃത്വം നൽകുക. ട്രംപ് പറഞ്ഞത് താൻ പറഞ്ഞിട്ടല്ല, മറ്റുള്ള എല്ലാ ആൾക്കാരും കൂടെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഇതിന്റെ ലീഡർഷിപ്പിലേക്ക് താൻ വരുന്നതെന്നാണ്. ബ്രിട്ടീഷിന്റെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള മറ്റ് ലോക രാഷ്ട്ര തലവന്മാരും ഈ ബോർഡിൽ ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഗസയിലെ പൊതുസേവന സംവിധാനങ്ങൾ, മുനിസിപ്പാലിറ്റികളുടെയും ഒക്കെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നത് ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിലായിരിക്കും. ഇത് കൂടാതെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പാലസ്തീനികളും അതുപോലെ അന്താരാഷ്ട്ര വിദഗ്ധരും ഒക്കെ ഉൾപ്പെടുന്നതായിരിക്കും ഈ കമ്മിറ്റി. ഗസയുടെ ഭരണത്തിൽ ഹമാസിന് ഒരു പങ്കും ഉണ്ടായിരിക്കില്ലെന്നും ഈ പാക്കേജിൽ എടുത്തു പറയുന്നുണ്ട്. അടിയന്തര വെടിനിർത്തൽ, ഇസ്രയേൽ തടവിലാക്കിയ പാലസ്തീൻ തടവുകാർക്ക് പകരം ഹമാസ് ബന്ദികളെ കൈമാറുക, ഗസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം ഘട്ടം ഘട്ടമായിട്ട് പിൻവാങ്ങുക, ഹമാസിന്റെ നിരായുധീകരണം, ഇതൊക്കെയാണ് ഈ പാക്കേജിലെ ഹൈലൈറ്റ്സ്. 72 മണിക്കൂറിനകം ഹമാസ് തടങ്കലിലുള്ള മുഴുവൻ പേരെയും വിട്ടയക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ആദ്യം ഡിമാൻഡ് വെച്ചിരിക്കുന്നത്. പകരം
250 ഇസ്രയേൽ ജയിലിലുള്ള തടവുകാരെ വിട്ടുകൊടുക്കും. അതേസമയം നേരത്തെ സ്മിത പറഞ്ഞതുപോലെ ഈ ഹമാസിന്റെ സഹകരണം ഇല്ലാതെയുള്ള അത് എത്രമാത്രം ആണെന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അവർ പറഞ്ഞത് ആദ്യ പ്രതികരണം മാധ്യമങ്ങളിലൂടെ അറിയുന്നതല്ലാതെ ഡൊണാൾഡ് ട്രംപിന്റെ ഈ സമാധാന പാക്കേജ് കണ്ടിട്ടില്ല എന്നാണ് പ്രതികരിച്ചത്. എന്നാൽ പിന്നീട് ഹമാസ് നേതൃത്വം പറയുന്നു ഖത്തറും ഈജിപ്തും ഈ രേഖകൾ അവരുമായി പങ്കിട്ടു. അവർ അത് നല്ല വിശ്വാസത്തോടെ നല്ല ഉദ്ദേശത്തോടെ അവലോകനം ചെയ്യും, തുടർന്ന് അവരുടെ പ്രതികരണം ഉണ്ടാകും എന്ന് പറയുന്നു. പക്ഷേ സ്മിത, ഉന്മേഷ്, ഈ ചർച്ചകളിൽ നിന്നെല്ലാം ഈ ഹമാസ് സംഘം ഉൾപ്പെടാത്തതും അവർ വിട്ടുനിന്നതും അതുപോലെ ഈ നിരായുധീകരണത്തിന് അവർ നേരത്തെ തന്നെ ആവർത്തിച്ച് അവര് വിസമ്മതിച്ചതാണ്. അത്തരമൊരു യാതൊരു നിർദ്ദേശവും അവർ അംഗീകരിക്കത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഈ 20 പോയിന്റ് പീസ് പാക്കേജ് എത്രത്തോളം നടപ്പിലാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ചർച്ചകൾ അവസാനിച്ചിരിക്കുന്നത്. സ്മിത, ഉന്മേഷ്. മധു കൊട്ടാരക്കരയാണ് ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.